Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are fine and staying safe at home. So, we were learning about viruses, malware. So, today's class we will discuss about the sources of computer virus. Okay. Before that, starting with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma Rabbi zidni ilma Rabbi zidni ilma. അപ്പോൾ നമ്മുടെ ഇൽമ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ നോളജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ ലേണിംഗ് ദാറ്റ് ടു യൂസ് എ കമ്പ്യൂട്ടർ സെക്യൂർലി ആൻഡ് സേഫ്ലി വി ഷുഡ് ബി അവെയർ ഓഫ് സം ഓഫ് ദ മാൽവെയർ അറ്റാക്സ് ദറ്റ് ക്യാൻ ഹാപ്പൻ ടു എ കമ്പ്യൂട്ടർ. യെസ്, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് മാൽവെയർ അറ്റാക്സ്, അതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ വൈറസ് നമ്മൾക്ക് എങ്ങനെയൊക്കെ ഏതിലൂടെയൊക്കെ വരാം. ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചു, റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസസ്. റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസസ് എന്തൊക്കെയാണ്? റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസസ് പെൻ ഡ്രൈവ്സ് അല്ലേ. പെൻ ഡ്രൈവ് ഒരു റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസാണ്. നമുക്കതിനകത്ത് സ്റ്റോർ ചെയ്യാം, അത് റിമൂവ് ചെയ്യാൻ വേറൊരു കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം അല്ലേ. യെസ്, ഇൻസേർട്ട് ചെയ്യാം. റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസസ് സച്ച് ആസ് പെൻ ഡ്രൈവ്സ്, മെമ്മറി കാർഡ്സ്, CDs, DVDs, ഇതൊക്കെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, CD, DVD, പെൻ ഡ്രൈവ്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, മെമ്മറി കാർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, ഇതൊക്കെ റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ഈ റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസസിൽ കൂടെ നമ്മൾക്ക് വൈറസസ് ബാധിക്കാം. ഓക്കെ, അപ്പോൾ റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസസ് വഴി ഫയൽ ക്യാൻ ബി കോപ്പീഡ് ടു ദാറ്റ് ഡിവൈസ്. വൈറസ് അഫക്റ്റ് ചെയ്ത ഫയല് കോപ്പി ചെയ്ത് പെൻഡ്രൈവിലൊക്കെ കോപ്പി ചെയ്താൽ ആ പെൻഡ്രൈവ് എടുത്ത് വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്താൽ ആ കമ്പ്യൂട്ടറും വിൽ ഗെറ്റ് അഫക്റ്റഡ് വിത്ത് ദാറ്റ് വൈറസ് അല്ലേ. യെസ്, ദ വൈറസ് ക്യാൻ ബി സ്പ്രെഡ് ത്രൂ റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസസ്. അപ്പം അതൊരു കരിയറായിട്ട് ആക്ട് ചെയ്യും അല്ലേ. ഒരാൾക്ക് പനിയുണ്ട്, ആ പനി ഉള്ള ആളുടെ അടുത്ത് നമ്മൾ പോയി നിന്നാൽ നമുക്ക് പനി വരും അല്ലേ. പിന്നെ നമ്മൾ വേറൊരാളുടെ അടുത്ത് പോയി നിന്നാൽ അവരുടെ ആ പനി പകരും. അതുപോലെ തന്നെയാണ് ഈ വൈറസസും, ഇവിടെ കമ്പ്യൂട്ടർ വൈറസസും സ്പ്രെഡ് ചെയ്യുന്നത്. ഒരു ഫയലിൽ ഒരു വൈറസ് ഉണ്ട്, ആ വൈറസ് ഉള്ള ഫയൽ പെൻഡ്രൈവിലോട്ട് കോപ്പി ചെയ്തിട്ട് ആ പെൻഡ്രൈവ് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ഉപയോഗിച്ചാൽ ആ സ്ഥലവും ആ കമ്പ്യൂട്ടറും വിൽ ഗെറ്റ് എഫക്റ്റഡ് ബൈ ദ വൈറസ്. ദെൻ ഫയൽസ് ഡൗൺലോഡഡ് ഫ്രം ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മൾ ഒരുപാട് ഫയൽസ് ഡൗൺലോഡ് ചെയ്യും. പിക്ചേഴ്സ്, മ്യൂസിക്, വീഡിയോസ്, ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യും. അപ്പം പക്ഷേ അതൊക്കെ സെക്യൂർ വെബ്സൈറ്റിൽ നിന്നാവണമെന്നില്ല. യൂസേഴ്സ് അതിൻ്റെ സോഴ്സ് തിരക്കാറില്ല. അപ്പം വൈറസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫയൽസ് ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറും വിൽ ഗെറ്റ് അഫക്റ്റഡ് ബൈ ദ വൈറസ്. സോ ഫയൽസ് ഡൗൺലോഡഡ് ഫ്രം ദ ഇൻ്റർനെറ്റ്. Files downloaded from the internet is the second one. Files downloaded from internet അല്ലേ. യെസ്, ഇപ്പോൾ യൂസർ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് വൈറസ് കൂടെ അറ്റാച്ച് ചെയ്ത് ആ ഡൗൺലോഡ്സിൻ്റെ കൂടെ വരും. സോ ബിവെയർ ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് വൈൽ ഡൗൺലോഡിങ് ഫ്രം ദ ഇൻ്റർനെറ്റ്. ദെൻ ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്സ്. നമ്മൾക്ക് ഒരു ഇമെയിൽ ID നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഇമെയിൽസ് വരും. വൈൽ യൂസിങ് ദ ഇൻ്റർനെറ്റ് ഇറ്റ്സെൽഫ് വി ഗീവ് അവർ ഇമെയിൽ IDs ടു സെവറൽ വെബ്സൈറ്റ്സ്. ബുക്ക് ചെയ്യാനും അതേപോലെ നമ്മൾക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാനും ഏതെങ്കിലും നെറ്റ്വർക്ക്സൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി Gmail ID കൊടുക്കും. അപ്പോൾ ആ Gmail ID ഉപയോഗിച്ചിട്ട് അവർക്ക് ജിമെയിലോട്ട് കുറേ ലെറ്റേഴ്സൊക്കെ അയക്കാം. ഈ ലെറ്റേഴ്സ് അയക്കുന്ന, മെയിൽസ് അയക്കുന്ന ഇതിൻ്റെ കൂടെ അറ്റാച്ച്മെൻറ്റ്സും അയക്കാം. അപ്പോൾ അറ്റാച്ച്മെൻറ്റ്സ് നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയാൽ തീർന്നില്ലേ. ഇൻഫെക്റ്റഡ് അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ ആ വൈറസ് കയറില്ലേ. വൈറസ് വിൽ ബി എഫക്റ്റഡ് വെൻ വി ഓപ്പൺ ദ അറ്റാച്ച്മെൻറ്റ്സ് അല്ലേ. ഡൗൺലോഡ് ചെയ്താലും മതി, ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്താലും നമ്മളുടെ എന്ത് ചെയ്യും, വൈറസ് ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്സ് വഴി വരുന്ന വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിനെ എഫക്റ്റ് ചെയ്യും. കമ്പ്യൂട്ടർ സ്ലോ ആവും, പെർഫോമൻസ് ഉണ്ടാവില്ല, എന്ത് ചെയ്യും, മെമ്മറി സ്പേസ് കുറയും, അങ്ങനെ പല പ്രശ്നങ്ങളും കമ്പ്യൂട്ടറിന് ഉണ്ടാവും. സോ
removable storage devices, files downloaded from the internet, and email attachments are the three types of sources of virus. Email attachments. Okay. Any types of computer viruses? There are 3-4 types of computer viruses. അതായത് കമ്പ്യൂട്ടർ വൈറസസിൻ്റെ ആക്ട് ചെയ്യുന്ന രീതി വെച്ചിട്ട് ഓക്കെ കമ്പ്യൂട്ടർ വൈറസിനെ പലതരത്തിലാക്കി മാറ്റാം. ആദ്യം റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ് വൈറസ്. ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ വൈറസ്. സോഴ്സസ് കഴിഞ്ഞു. ടൈപ്സ്. First one is resident and non-resident. റെസിഡൻ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ താമസിക്കുന്നത്, നോൺ റെസിഡൻറ്റ് താമസിക്കാത്തത്. റെസിഡൻ്റ് ആയിട്ടുള്ള ആൾ താമസിക്കുന്ന ആൾ അല്ലേ, റെസിഡൻഷ്യൽ ഏരിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ? യെസ്. റെസിഡൻറ്റ് വൈറസ് വിൽ അറ്റാക്ക് ദ കമ്പ്യൂട്ടർ, വിൽ അറ്റാക്ക് ദ റാം, വിൽ ഗെറ്റ് attached to the random access memory and it will stay there. Even after we switch off the computer, it will again stay there, it will not go off. ഈ റെസിഡൻറ്റ് വൈറസ് എന്ന് പറയുന്നത് റാമിലോട്ട് കയറി, ഹാർഡ് ഡിസ്കിലോട്ട് കയറി, റാമിലോട്ടൊക്കെ കയറിയാൽ പിന്നെ അവിടെ നിന്ന് പോവില്ല. അതിന് ഡിഫിക്കൽട്ടാണ്, റിമൂവ് ചെയ്യാനും വളരെ പാടാണ്. റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ് ഡാമേജ് ദ സിസ്റ്റം പെർമനൻ്റ്ലി. ഈ റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ് വൈറസ് വിൽ ഡാമേജ് ദ സിസ്റ്റം പെർമനൻ്റ്ലി. അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമുമായിട്ട് അത് ലിങ്ക് ചെയ്യും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുമ്പം ഈ വൈറസ് ഓപ്പറേറ്റ് ചെയ്യും. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴിയാണല്ലോ കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വഴി കൂടെ അത് റാമിൽ എൻ്റർ ചെയ്യും. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കൂടെ റാമിൽ എൻ്റർ ചെയ്തിട്ട് ഈവൻ വെൻ ദ ഡിവൈസ് ഈസ് സ്വിച്ച്ഡ് ഓഫ്, സം ഓഫ് ദ റെസിഡൻറ്റ് വൈറസസ് വിൽ നോട്ട് ഗോ. പക്ഷേ നോൺ റെസിഡൻറ്റ് വൈറസസ് വിൽ നോട്ട് സ്റ്റേ, ഇറ്റ് വിൽ ഗോ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. ഇറ്റ് വിൽ അഫക്റ്റ് ദ OS but does not stay in the RAM. Both will affect the operating system. പക്ഷെ ഒന്ന് റാമിൽ സ്റ്റേ ചെയ്യും, ഒന്ന് റാമിൽ സ്റ്റേ ചെയ്യില്ല. അതാണ് രണ്ട് വ്യത്യാസം. ഈ വൈറസസ് വളരെ ഡേഞ്ചറസ് ആണ്, മോസ്റ്റ് ഡേഞ്ചറസ് ടൈപ്പാണ്. ഇതിനെ റിമൂവ് ചെയ്യാനും പാടാണ്. ദെൻ കംസ് ദ ഫയൽ വൈറസ്. ഫയൽ വൈറസ് എന്താണ്? ഫയലിലുമായിട്ട് ഫയൽസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന വൈറസാണ്. ഫയൽ വൈറസസ് comes along with the files we download. ഫയൽസുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ വേറൊരു പെൻ ഡ്രൈവിൽ നിന്ന്, സ്റ്റോറേജ് ഡിവൈസസിൽ നിന്നോ, ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്സിൽ നിന്നോ ഒക്കെ ഫയൽസ് നമ്മൾ എടുക്കുമല്ലോ. ഈ ഫയൽസിൽ നിൻ്റെ കൂടെ വൈറസസ് അറ്റാച്ച് ചെയ്യപ്പെടാം. അത് പിന്നെ ആ വൈറസ് അറ്റാച്ച് ചെയ്ത ഫയലാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. വി വിൽ നോട്ട് ബി ഏബിൾ ടു ഓപ്പൺ ദാറ്റ് ഫയൽ ബിക്കോസ് ദർ ഈസ് വൈറസ് ഇൻസൈഡ് ഇറ്റ്. ദെൻ ബൂട്ട് വൈറസ്. ബൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂട്ട് വൈറസ്. ബൂട്ടിംഗ് ദ സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പം ബൂട്ടിംഗ് അപ്പ് ചെയ്യും. എന്താണ് ഈ ബൂട്ടിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ? ഈ ഹാർഡ് ഡിസ്കിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യണ്ടേ, ഓപ്പൺ അപ്പ് ചെയ്യണ്ടേ, പ്രോഗ്രാമൊക്കെ ലോഡ് ചെയ്യണ്ടേ, അതിനാണ് ഈ ബൂട്ടിംഗ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാംസൊക്കെ എഴുതിയേക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഈ ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ദ കമ്പ്യൂട്ടർ അല്ലേ. എല്ലാം ഒന്ന് ഓണായി വരണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പ്രോഗ്രാം കോഡ്സ് ഉണ്ട്. ഈ പ്രോഗ്രാം കോഡ്സൊക്കെ എഴുതിയിരിക്കുന്ന സ്ഥലം നമ്മുടെ ഹാർഡ് ഡ്രൈവൊക്കെ ആയിരിക്കുമല്ലോ. ഹാർഡ് ഡ്രൈവിലായിരിക്കും ഈ പ്രോഗ്രാംസൊക്കെ ലോഡ് ചെയ്തെന്ന് എഴുതി വച്ചിരിക്കുന്നത്. അത് നമ്മൾ ലോഡ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ കോഡിലോട്ട് ഈ ബൂട്ട് വൈറസ് ചെന്ന് അറ്റാക്ക് ചെയ്യും. അപ്പം നമ്മുടെ കമ്പ്യൂട്ടർ നല്ലപോലെ പ്രവർത്തിക്കില്ല. അപ്പോൾ ബൂട്ട് വൈറസ് അഫക്ട്സ് ദ ഹാർഡ്വെയർ അല്ലേ? യെസ്. അപ്പം ബൂട്ട് വൈറസ് ടാർഗറ്റ്സ് ദ ബൂട്ട് സെക്ടർ ഓഫ് ദ ഹാർഡ് ഡിസ്ക്, CD എക്സെട്ര. ഇറ്റ് കോപ്പീസ് ഇറ്റ് സെൽഫ് വിത്ത് ദ എക്സിസ്റ്റിംഗ് കോഡ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു പ്രോഗ്രാം കോഡ് ഉണ്ടല്ലോ ഇതൊക്കെ വർക്ക് ചെയ്യാൻ, അതിനെ ഒന്ന് കോപ്പി ചെയ്തിട്ട് അത് റെപ്ലിക്കേറ്റ് ചെയ്യും. കോപ്പീസ് ഇറ്റ് സെൽഫ് ടു ദ എക്സിസ്റ്റിംഗ് കോഡ്. അതിൻ്റെ കൂടെ ചേർന്ന് പോവും ഈ വൈറസ്. ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഒക്കെ ഇതുമായിട്ട് എന്ത് ചെയ്യും? ഈ പ്രോസസ്സിലൊക്കെ അഫക്റ്റഡ് ആവും. എന്തൊക്കെയാണ് ഈ ബൂട്ട് വൈറസിൽ അഫക്റ്റ് ചെയ്യുന്നത്? ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ഒക്കെ അഫക്റ്റ് ആവും, പെൻ ഡ്രൈവ്സ് എഫക്റ്റ് ആവും, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്സ് നമ്മൾ അതുമായിട്ട് അറ്റാച്ച് ചെയ്യുമെങ്കിൽ ആ
ഡിവൈസസും ഒക്കെ ഇൻഫെക്റ്റ് ആവും, അഫക്റ്റഡ് ആവും. ഈ ബൂട്ട് സെക്ടർ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രോഗ്രാമിംഗ് സെക്ഷനാണ് ടു ലോഡ് ദ കമ്പ്യൂട്ടർ. ഓക്കെ, ദീസ് ഇൻസ്ട്രക്ഷൻസ് ആർ റെഡ് ഡ്യൂറിങ് ബൂട്ടിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ, കമ്പ്യൂട്ടർ ഒന്ന് ഓൺ ചെയ്യുമ്പോൾ തന്നെ ബൂട്ടിംഗ് അപ്പ് പ്രോസസ്സ് നടക്കും. ഈ സമയത്ത് വായിക്കുന്ന കമ്പ്യൂട്ടർ ലോഡ് ചെയ്യുന്ന പ്രോഗ്രാംസ്, റീഡ് ചെയ്ത് ലോഡ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ്, ഈ പ്രോഗ്രാമിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ബൂട്ട് വൈറസ്. മാക്രോ വൈറസ് ഉണ്ട്. മാക്രോ വൈറസ് ഈസ് പ്രൊവൈഡഡ് ബൈ ആൻ ആപ്ലിക്കേഷൻ. മാക്രോ വൈറസ് ഈസ് പ്രൊവൈഡഡ് ബൈ ആൻ ആപ്ലിക്കേഷൻ ഓർ എ ഷോർട്ട്കട്ട് created by the user to perform a lengthy or a common task. ഒരു ലെങ്തി ടാസ്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുകയോ ആ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയോ ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് മാക്രോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് യൂസർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ മാക്രോ എന്ന് പറയുന്നത് ഒരു കീ ആവാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആവാം. കീ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്, കീ, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആവാം. ആപ്ലിക്കേഷൻസ് അഫക്റ്റഡ് ആവുമെന്ന് പറഞ്ഞാൽ ഈ MS വേർഡ്, MS Excel എന്നൊക്കെ പറഞ്ഞ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടല്ലോ, ദീസ് ക്യാൻ ബി അഫക്റ്റഡ് വിത്ത് മാക്രോ. MS Excel ഒക്കെയാണ് ഈ ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. MS Excelഉം MS വേർഡും ഒക്കെയാണ് ഈ ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മാക്രോ വൈറസ് എന്ന് പറയുന്നത് ഈ MS വേർഡിനെയൊക്കെ ഇൻഫെക്റ്റ് ചെയ്യും. ഈ ടൈപ്പ് ഓഫ് വൈറസസ് വളരെ ലെസ് ഡാമേജ് ക്രിയേറ്റ് ചെയ്യും. മാക്രോ വൈറസ് എന്ന് പറയുന്നത്, മാക്രോ എന്ന് പറയുന്ന സാധനം നമുക്കത്ര പ്രശ്നക്കാരനല്ല, പക്ഷേ മാക്രോ വൈറസസ് ഈ ഷോർട്ട് കട്ട്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇതൊക്കെ MS വേർഡിലും MS Excelലും ഒക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ 3-4 ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ വൈറസസ് ഉണ്ട്. ഏറ്റവും കൂടിയ വളരെ ഡാമേജിങ് എഫക്റ്റ് ഉള്ള വൈറസസുകളാണ് റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ് വൈറസും ബൂട്ട് വൈറസും ഒക്കെ. അതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാനൊക്കെ പാടാണ്. അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ, ഇൻ ഓർഡർ ടു അവോയ്ഡ് ദീസ് വൈറസസ്, വാട്ട് ഷുഡ് വി ഡു? വി ഷുഡ് ഇൻസ്റ്റാൾ ആൻ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ. What? An antivirus software. Antivirus means വൈറസിന് അഗെൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. When we install this antivirus software, it will detect the viruses and it will tell to delete that file or delete that thing from the computer. അത് തനിയെ തന്നെ സ്കാൻ ചെയ്യും, ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അത് എന്നും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം കമ്പ്യൂട്ടറിൽ വൈറസസ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ വിൽ ഹെൽപ്പ് അസ്. അതെന്തെങ്കിലും മാൽവെയർ ആ കമ്പ്യൂട്ടറിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനാണ് വി യൂസ് എ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. It constantly monitors the computer system, and once it notices that there is an infected file or it notices any suspicious activity, it removes that malware from the computer. അതിനെ ക്വാറന്റൈൻ എന്ന് പറയാം. ഇപ്പോഴത്തെ വാക്ക് നമുക്ക് ക്വാറന്റൈൻ എന്താണെന്നറിയാമല്ലോ. അപ്പം ഇറ്റ് റിമൂവ്സ് ദ മാൽവെയർ ഓർ ക്വാറന്റൈൻസ് ദ മാൽവെയർ. ക്വാറന്റൈൻ ദ മാൽവെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മാൽവെയറിനെ പിടിച്ചൊരു റൂമിലൊക്കെ പൂട്ടിയിടും എന്നാണോ? അതേപോലെ ഒരു സാധനം, അതിന് വേറൊരു സമ്പർക്കവും ഇല്ല, വേറൊരു ഫയലുമായിട്ട് സമ്പർക്കം ചെയ്യാൻ സമ്മതിക്കില്ല, കണക്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ അതിനെ ക്വാറന്റൈൻ ചെയ്ത് നിർത്തും. ഇത് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ് അത് ചെയ്യുന്നത്. യെസ്, ആൻറ്റിവൈറസ് പ്രോഗ്രാം ഒരു പീരിയോഡിക്കലായിട്ട്, അതായത് 5 ഡേയ്സിലും 7 ഡേയ്സിലും ഒക്കെ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മൾ നിശ്ചയിക്കുന്ന പ്രീ ഡിഫൈൻഡ് സ്കെഡ്യൂളിൽ വേണമെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാം, ഇല്ലെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് 7 ഡേയ്സിൽ അത് തന്നെ വർക്ക് ചെയ്യും. എനിക്ക് ഇത് 5 ഡേയ്സിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇറ്റ് പ്രിവെൻറ്റ്സ് വൈറസ് അറ്റാക്സ് വൈൽ സർഫിംഗ്, ലൈക്ക് വൈൽ യൂസിങ് ഇൻ്റർനെറ്റ്, അതിനാണ് സർഫിംഗ് എന്ന് പറയുന്നത്. വൈൽ കമ്പ്യൂട്ടിംഗ്, വൈൽ വാച്ചിങ് മൂവീസ്, വൈൽ ലിസ്ണിംഗ് ടു മ്യൂസിക്, വൈൽ ഡൗൺലോഡിങ്, വൈൽ ഷോപ്പിംഗ്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ
നമുക്ക് വൈറസ് അറ്റാക്സ് ഉണ്ടാവില്ല. വി ക്യാൻ ഡിറ്റക്റ്റ് എനി വൈറസ് അറ്റാക്സ്. അതുകൊണ്ട് കുറേ പോപ്പിംഗ് അപ്പും അങ്ങനത്തെ ഒന്നും സംഭവിക്കില്ല. ഫൈൻ. ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ്സ് മാൽവെയർ അറ്റാക്സ്. വൈ? ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്സ് വഴി വരുന്ന മാൽവെയർ അറ്റാക്സും അത് ഒഴിവാക്കും. മലീഷ്യസ് വെബ്സൈറ്റ്സിൽ നിന്നുള്ള മാൽവെയർ അറ്റാക്സ്, ഫ്രീവെയർ ഡൗൺലോഡ്സ് അല്ലേ, ഡൗൺലോഡിങ് ഫ്രീ ആപ്ലിക്കേഷൻസ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യത്തില്ലേ, അവിടെ നിന്നൊക്കെ അത് സേഫ് ആണോ സെക്യൂർ ആണോ എന്നൊക്കെ അത് മനസ്സിലാക്കിയിട്ട് നമ്മളെ അത് അറിയിക്കും. ഇത് വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ് തരും നമുക്ക്. ആര്? ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. അപ്പം എക്സാമ്പിൾസ് ഓഫ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ: സൈമാൻറ്റിക് നോർട്ടൺ. നോർട്ടൺ എന്ന് കേട്ടില്ലേ? സൈമാൻറ്റിക് നോർട്ടൺ. പിന്നെ AVG എന്ന് പറയുന്ന ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഉണ്ട്, AVG. പിന്നെ മെയിനായിട്ടും അവാസ്റ്റും വളരെ ഫേമസ് ആണ്. ദെൻ മെക്ക് അഫേ, ദെൻ F secure, some of the antivirus software. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കുറച്ച് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം? ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ വയ്ക്കുന്നത് മാത്രമല്ല, എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം ടു പ്രിവെൻറ്റ് ദ വൈറസ് അറ്റാക്സ്? യു ഷുഡ് download a very secure and strong antivirus software. You should update them regularly. You should scan your computer using that antivirus software daily. Then use an updated operating system പഴയത് ഉപയോഗിക്കാതെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിക്കുക. Then you should protect the computer with a password. You should use a password for the computer. Then you should scan, പെൻഡ്രൈവ് ഒക്കെ കുത്തുമ്പം സ്കാൻ ചെയ്തിട്ട് മാത്രമേ പെൻഡ്രൈവ് ഓപ്പൺ ചെയ്യാവൂ. You should scan the pen drives or external hard disks for any viruses may occur. Then use a secured network. Don't use open Wi-Fi. അത് ഞാൻ പറഞ്ഞല്ലോ, സെക്യൂർഡ് നെറ്റ്വർക്ക് ഉപയോഗിക്കാവൂ. അതേപോലെ സ്ട്രോങ് പാസ്വേഡ്സ് എപ്പോഴും സെറ്റ് ചെയ്യുക. Then you should refrain from using an open Wi-Fi in public places. Then you do not download files from unknown websites or lesser known websites. പോപ്പുലർ വെബ്സൈറ്റ്സിൽ നിന്നല്ലാതെ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. എന്തൊക്കെ ഫയൽസാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യും, മ്യൂസിക് ഡൗൺലോഡ് ചെയ്യും, മൂവീസ്, വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യും. ഇത് അൺനോൺ വെബ്സൈറ്റ്സിൽ നിന്നോ ലെസ്സർ നോൺ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. Do not download or open an email attachment from unknown sources അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഇമെയിൽ അറ്റാച്ച്മെൻറ്റ് ഓപ്പൺ ചെയ്യരുത്. Then do not click on any link or URL before investigating its source. അതായത് സോഴ്സ് അറിയാത്ത URL ലിങ്ക് ഒന്നും ക്ലിക്ക് ചെയ്യരുത്. പരസ്യങ്ങളൊക്കെ കാണുമ്പം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 1 കോടി രൂപ കിട്ടും എന്നൊക്കെ പറയുന്ന ലിങ്കുകളുണ്ടല്ലോ, ഇതൊക്കെ എന്താണ്? മാൽവെയർസ് ആണ്. അങ്ങനെയൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കുന്നതല്ലല്ലോ, അല്ല. ടേക്ക് ബാക്കപ്പ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫയൽസ്. അപ്പോൾ നമ്മുടെ ഫയൽസിനൊന്നും പ്രശ്നം പറ്റാതിരിക്കാൻ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫയൽസൊക്കെ എപ്പോഴും ബാക്കപ്പ് വെച്ചേക്കണം. ഒരു സ്ഥലത്ത് മാത്രം കോപ്പി ചെയ്താൽ നമ്മൾ ഒരു ബാക്കപ്പ് ഫയൽ വേണം. ഓക്കെ, അത് അഥവാ നമുക്ക് വൈറസ് അറ്റാക്ക് വഴി പോയാലും നമ്മുടെ ബാക്കപ്പ് ഫയൽ നമ്മൾ സേവ് ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് വി ഹാവ് ടു കൺസിഡർ ടു പ്രിവെൻറ്റ് ദ വൈറസ് അറ്റാക്സ്. അപ്പം ഈ വൈറസ് അറ്റാക്സിനെ കുറിച്ചുള്ള ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ? ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ ഈ ക്ലാസ്? ആണോ? അല്ലേ? അല്ലാത്തവരൊന്ന് പറയണേ, ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത കുട്ടികളൊക്കെ പറയണം, ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ നോട്ട്സൊക്കെ തരും, നല്ലപോലെ പഠിക്കുക, എക്സാംസൊക്കെ നല്ലപോലെ എഴുതുക. ഓക്കെ, സോ ഫോർ ടുഡേ ഐ ആം ബിഡിങ് ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.